എടുക്കണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. എക്സൈറ്റഡ് പാർട്ടാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെയും ചെയ്യാത്ത ടൈപ്പ് ഡ്രസ്സാട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെയിലിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ നാളെ ക്രിസ്മസ് ആണ്. ഞാൻ ഇന്ന് ക്രിസ്മസ് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. വീഡിയോ എടുക്കണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. കുറച്ച് സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്രിസ്മസ് ഡെക്കോർ ചെയ്യാം. അതാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കയറി പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. പിള്ളേരും എല്ലാം കൂട്ടിയിട്ട് എനിക്ക് കൂട്ടിട്ടുണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ഒരു ക്ലോത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത ശേഷം വേറൊരു കാര്യം ഞാൻ ആലോചിച്ചത്. ഞാൻ ഒരു ബാക്ക് ഡ്രോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചില്ലല്ലോ. അത് വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഞാൻ അതിന് മുന്നേ അന്നും ആലോചിക്കാണ്ട് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് അതെല്ലായിടത്തും വീണ്ടും മാറ്റിയിട്ട് നമുക്ക് ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ബാക്ക് ഡ്രോപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം. ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നമ്മുടെ 3D പ്രിൻ്റ് വരുന്ന നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ പ്രിൻ്റ് നമുക്കറിയാം അത് അങ്ങനത്തതാണ് എന്ന്. ദൂരെ നോക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് വരും കേട്ടോ. കുറച്ച് ഗ്ലിറ്റർ പാർട്ടിക്കിളായിട്ട് പോലെ തോന്നും ദൂരെ നോക്കുമ്പോൾ. പിക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. വെറും 300 രൂപയുള്ളൂ. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ അത്ര ലെങ്ത് ഉള്ളത് പറ്റിയില്ല. എനിക്ക് മേലിൽ വെക്കുന്ന സ്റ്റാൻഡ് ചെറിയതായതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് വെക്കാൻ വേണ്ടി പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു ബാക്ക് ഡ്രോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഞാൻ കുറേ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ബോക്സിൽ ഇങ്ങനെ റേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ചെറിയൊരു ക്രിസ്മസ് ട്രീ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ഞാൻ അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ അത് ചീത്തയായി പോയിട്ടോ. എൻ്റെ കയ്യിൽ വേറൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തയായി പോയിട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതാണ്. പിന്നെ ഇത് ലാസ്റ്റ് ടൈമിലാണ് ഇത് നോക്കിയത്. അപ്പോൾ പിന്നെ മുൻകൂട്ടി കുറച്ച് നേരം മുന്നേ ചെയ്യണമായിരുന്നു എന്നെനിക്ക് തോന്നി. ഏതായാലും കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ലല്ലേ, കൊള്ളാൻ തോന്നുന്നു. ഞാൻ പോയിട്ട് ഇനി മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് വലുതായിട്ട് ധാരണ ഇല്ല. എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് വരട്ടെ. ഹായ്, ആരും പേടിക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് അധികം മേക്കപ്പ് ചെയ്തതാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം കുറച്ചൊന്ന് അധികം ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാ. ഓവറായിപ്പോയോ? കുറച്ചൊന്ന് ഗ്ലിറ്ററി ഐ ഷാഡോ ഇട്ടതാ കേട്ടോ. കുറച്ച് ഓവറായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ഗ്ലോ ഒക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റിലാവും കേട്ടോ. ആരും പേടിക്കണ്ട. അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു കൂടുതലിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ. അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇടാൻ വേണ്ടി പോകുന്ന ഡ്രസ്സ് കാണിച്ചു തരാം. കുറച്ച് എക്സൈറ്റഡ് പാർട്ടാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെയും ചെയ്യാത്ത ടൈപ്പ് ഡ്രസ്സാട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു ടോപ്പാട്ടോ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഗ്രീന്. പിന്നെ വരുമ്പോഴത്തേക്ക് സ്കേർട്ടാണ്. സ്കേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഷോർട്ട് സ്കേർട്ടാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കേർട്ടിൻ്റെത്. ഈ ഒരു സ്കേർട്ട് എനിക്കൊരു മൈൻഡിലൊരു തീമുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടിയിട്ട് ഞാൻ സ്റ്റോക്കിങ്സും പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോക്കിംഗ് ഓൾസോ പെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വരാം. ഹായ്, അപ്പോൾ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഞാൻ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കേർട്ട് വരുമ്പോഴത്തേക്ക്, സ്റ്റോക്കിങ്സ്, പിന്നെ ഒരു ടീഷർട്ട്, ഒരു ബനിയൻ കേട്ടോ. നമുക്ക് ഉടൻ ക്ലോത്താണ് വരുന്നത് ആ ടീഷർട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഷോർട്ടായിട്ടുള്ള സ്കേർട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റോക്കിങ്സ് ഉള്ളതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ഇത് ലുക്ക് വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്.
അപ്പം ഞാൻ എടുക്കുമ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുക്കും കേട്ടോ. ഒരുപാട് ഫോട്ടോസ് എന്നായിരിക്കും ഞാൻ ചിലപ്പോൾ 2 3 ഫോട്ടോസ് പിക്ക് ചെയ്ത് എടുക്കുന്നത്. അത്രത്തോളം ഫോട്ടോസ് എടുത്ത് എൻ്റെ മെമ്മറി ഫുള്ളാക്കലായിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റും ക്രിസ്മസ് ഡെക്കറേഷനും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റീൽസും പിക്സും ഒക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിക്സൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം. ഡെയിലി പോകുന്നതാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി വന്നിട്ട്. എല്ലാവരും അതിൽ പോയിട്ട് പിക്സൊക്കെ നോക്കൂ കേട്ടോ. പറ്റിയത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഒരു ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ലക്കുള്ളവരും പോകുമ്പോഴൊന്നും കുടിക്കരുത്. വെറുതെ എന്തിനാണ് വെറുതെ, എനിക്ക് അതൊക്കെ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം പോകുന്നൊക്കെ വേണം അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ബൈ, ലവ് യു.